ഹലോ ഗേസ്, ഇതാണ് നമ്മളെ താജുൽ ഉലമ ടവർ കോട്ടക്കൽ എടരിക്കോട് തിരൂർ റോഡിൽ മമ്മാലിപ്പടിയാണ് ഈ കാണുന്നത്. തിരൂർ റോഡ് മമ്മാലിപ്പടിയാണ്. പിന്നെ താജുൽ ഉലമ ടവറാണിത്. കേരളയാത്ര ഇന്ന് വെസ്റ്റ് ജില്ല തിരൂരിലാണുള്ളത്. തിരൂരാണ് പൊതുപരിപാടി വൈകുന്നേരം. ഏതായാലും നേതാക്കന്മാരെ ഒതുക്കുങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ആ വാഹനവ്യൂഹം ഇതിലൂടെ കടന്നുപോയി വൈലത്തൂരിലേക്ക് പോയിട്ടുണ്ട്. റോഡ് ബ്ലോക്ക് ഒന്നും കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ആ രീതിയിലൊരു ക്രമീകരണവും ഇല്ല എന്നുള്ളതാണ്. നല്ല കൃത്യമായിട്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 വാഹനം കൂടുമ്പോൾ ഏതായാലും ഇവിടെ തിരക്കുണ്ടാവുന്നതന്നെ. ആ ഒരു തിരക്ക് തന്നെ ഉള്ളൂ. കേരളയാത്ര വാഹനങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. വൈകുന്നേരമാണ് പൊതുപരിപാടികൾ. കുറച്ച് വാഹനങ്ങൾ കൂടുതലുണ്ട് എന്നതുകൊണ്ട് മാത്രം ചെറിയൊരു നീക്കക്കുറവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. പറഞ്ഞു പരത്തുന്നത് പോലെ വളരെ കൃത്യമായിട്ട് തന്നെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബസ്സുകാരുടെ ചെറിയ സമയ വിഷയം കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഓടാൻ പറ്റിക്കോണമെന്നില്ല. ഏതായാലും കേരളയാത്ര നേതാക്കന്മാർ എല്ലാ വാഹനങ്ങളും ഇതിലൂടെ കടന്നുപോയി വൈലത്തൂരിലേക്ക് പോയിട്ടുണ്ട്. കേരളയാത്ര വെസ്റ്റ് ജില്ല പൊതുപരിപാടി ഇന്ന് തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നടക്കുന്നതാണ്. മുഴുവൻ ആളുകൾ എത്തുക. ഇത് മമ്മാലിപ്പടിയാണ്. കോട്ടക്കൽ എടരിക്കോട് താജുൽ ഉലമ ടവറിൻ്റെ ഭാഗത്താണ് ഈ കാണുന്നത്. ഏതായാലും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ കടന്നുപോയി. ചെറിയ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ കേരളയാത്രയുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവരും എടരിക്കോടും കോട്ടക്കലും ചെങ്കോട്ടിലൊക്കെ നല്ല സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ യാത്രയാക്കിയത്. ഏതായാലും കാര്യങ്ങൾ ക്ലിയറാണ്. റോഡ് ഗതാഗതം ഏറെക്കുറൊക്കെ തടസ്സങ്ങളില്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഹാബികൾ പറഞ്ഞ് പരത്തുന്ന പോലെ ആരെയും കെട്ടിയിട്ടുകൊണ്ടും വഴിമുടക്കിക്കൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ലീവ് ദിവസങ്ങളിൽ തന്നെ നമ്മളെ റോഡുകളൊക്കെ വാഹനങ്ങൾ 4 ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രയാസം സ്വാഭാവികമായി നേരിടാറുണ്ട്. അതുമാത്രമേ ഉള്ളൂ. അത്രയും ഉണ്ടോ എന്ന് സംശയമാണ് ഇപ്പോൾ ഞാനിന്ന് നോക്കുമ്പോൾ കാണുന്നത്. കാരണം അതൊക്കെ അതിൻ്റെ രീതിയിൽ കൃത്യമായിട്ട് വലിയൊരു പരിപാടിയാണ് നടക്കുന്നതെങ്കിലും അതൊന്നും ഒരാളെയും വെല്ലുവിളിച്ചുകൊണ്ടോ ഒരാളെയും മനുഷ്യന്മാരെ അടങ്ങാതാക്കി കൊണ്ടൊന്നുമല്ല. അതൊക്കെ അതിൻ്റെതായ റൂട്ട് ക്ലിയറാണ്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കുരുപൊട്ടുന്ന വഹാബികളുണ്ടാവും. ഈ മജീദ് സുഹരി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്. ഓനക്കൊക്കെ കുരു പൊട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടും. കാരണം മനുഷ്യന്മാരെ കുറിച്ച് സംസാരിക്കുന്ന ഈ വിഷയത്തിൽ അവർക്കൊക്കെ എന്ത് റോളുള്ളത്? അവർ കുറേ വിധത്തും ഒരു കൂട്ടരെ ശിർക്കും മുശ്രിക്കും ആക്കി നടക്കുന്ന വിഭാഗത്തിന് അവർക്ക് ഈ സമൂഹത്തോട് വല്ല ബാധ്യതയുണ്ടോ? ഏതായാലും ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിനിടയിൽ കാലുഷ്യമായി നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഉസ്താദിനെ പോലത്തെ നേതാക്കന്മാർ നടത്തുന്ന ഇത്തരം പരിപാടികളോട് ഒരു സമൂഹം ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അറിവും സന്ദേശവും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു ഉൾക്കാഴ്ചയൊക്കെ ഈ ഒരു സന്ദേശ യാത്ര കൊണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ കണ്ടിട്ട് കുരുപൊട്ടുന്ന വഹാബികളും മറ്റു കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ മതി. ഒരു വാതിലിൻ്റെ മൂലയ്ക്ക് പോയിരുന്നൊന്ന് പൊട്ടിക്കരയാ, മനസ്സിലായോ? ഇത് സമൂഹം ഏറ്റെടുത്തൊരു യാത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കും ഇല്ല, ഒരു തടസ്സവും വാഹനങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ഗതാഗത കുരുപ്പും ഇതൊക്കെ തിരൂർ നമുക്കറിയാം. എടരിക്കോട് കോട്ടക്കൽ റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടിൻ്റെ ഒരു യാത്രക്കാരുടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ആ ഒരു അവസ്ഥ പോലും ഇവിടെ നേരിടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വൈകുന്നേരത്തെ പരിപാടി തിരൂരുണ്ട്. കുറച്ചാൾ കൂടും. ഏതായാലും ചെറിയൊരു പ്രയാസം അതല്ലെങ്കിൽ ഒരു താമസം വാഹനങ്ങൾക്ക് ഉണ്ടായിക്കൂടായെങ്കിലും ഒക്കെ സ്വാഭാവികമാണ്. അതൊക്കെ നമ്മുടെ ഈ മനുഷ്യർ ഈ നടത്തുന്ന നേതാക്കന്മാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരൊക്കെ അത് സഹിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്നവരാണ്. അല്ലാതെ വഹാബികളെ പോലെ കുരുപൊട്ടി മുക്കിലിരുന്നിട്ട് കരയുന്ന ഒരവസ്ഥ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ